ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സർക്കാർ മലക്കം മറിഞ്ഞതായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. മലയാറ്റൂർ റിസർവ് വനം എന്നാണ് ഹർജിക്കാരന്റെ വാദം. ഹർജിക്കാരൻ വാദിച്ചതിനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ കോടതിയിൽ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ചീഫ് സെക്രട്ടറിയെ അട്ടിമറിച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഇടപെടലുണ്ടായത്. ഹർജി നൽകിയ യമൻ ജയചന്ദ്രന്റെ പിന്നിൽ ആരാണെന്നത് അന്വേഷണ വിധേയമാക്കണമെന്നും CPM-ഉം CPI-യും ഹൈക്കോടതി വിധിയിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ഇവിടെ ഈ വിധത്തിൽ യമൻ ജയചന്ദ്രനെ സഹായിക്കുന്ന മുഴുവൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇവിടെ എല്ലാ നിലയിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുമിച്ചുള്ള ഒരു നിലപാട് അത് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ആ വികസന പ്രവർത്തനം തുടരണമെന്ന് CPI-യും CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതൃത്വം ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാണ്. ഈ വിധിയെ സംബന്ധിച്ച് ഇതിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ അവർ തയ്യാറാകുമോ ഇല്ലേ? ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അനഭിലഷണീയമായ മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല എങ്കിൽ നമുക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഇവിടെ പ്രതിസന്ധിയിലാക്കിയത് മുഴുവൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ അപ്രതീക്ഷിതമായ ഇടപെടലാണ്. ഒരു കാര്യം കൂടി പറയുന്നു, ഈ പറയപ്പെടുന്ന പെറ്റീഷണറായിട്ടുള്ള MN ജയചന്ദ്രന്റെ വക്കീൽ എന്ന് പറയുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ, ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഫോറസ്റ്റിന്റെ വക്കീലായിരുന്ന ആളാണ് MN ജയചന്ദ്രൻ. ഇപ്പോഴത്തെ ഫോറസ്റ്റിന്റെ വക്കീല് ആരാണ്? ശ്രീ നാഗരാജ നാരായണൻ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഫോറസ്റ്റിന്റെ വക്കീലായിരുന്ന ആളാണ് GP ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പേരെന്താ? സന്ദേശ് രാജ. അദ്ദേഹമാണ് ജയചന്ദ്രന്റെ വക്കീൽ. അപ്പൊ മുൻ GP-യും ഇപ്പോഴത്തെ GP-യും കൂടി കേസ് അട്ടിമറിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒത്തുകളിയാണ് ഹൈക്കോടതി നടന്നത്. ഈ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിശക്തമായ നിലപാട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് തീരുമാനം.